ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചരടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇതുപോലെ മടഞ്ഞ ചരട് വാങ്ങിക്കുമായിരുന്നു കയ്യിൽ കെട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ വൂളൻ ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ചരടില്ല, അതുകൊണ്ടാണ്. ചരടുണ്ടെങ്കിൽ നമുക്ക് ചരട് കൊണ്ടും ഇതുപോലെ മടഞ്ഞെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ത്രെഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രെഡ് നമ്മൾ കൈക്ക് കെട്ടാൻ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്. ഇതിൻ്റെ തന്നെ കളറായിട്ടുള്ളതും ബീഡ്സ് വെച്ചതും ഒക്കെ ആയിട്ട് പലതരം ഡിസൈനിലൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കാനൊക്കെ ഇതുപോലുള്ള ചരട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ത്രെഡ് അല്ലെങ്കിൽ ചരട് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ബഡ്സ് ആവശ്യമാണ്. ബഡ്സ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരറ്റത്തുള്ള കോട്ടൺ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബഡ്സ് തന്നെ വേണമെന്നില്ല, ചെറിയ സ്ട്രോ കിട്ടുകയാണെങ്കിൽ അതും മതി. പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഒന്നും ഓൾറെഡി ഉള്ളത് കാരണം ഞാൻ വേറൊരു കളറിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ചരടില്ലാത്ത കാരണം ഞാൻ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ കുറച്ച് വലിയൊരു സൈസിൽ തന്നെ ത്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗം നമുക്ക് ഈ ബഡ്സിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വലത് ഭാഗത്തുനിന്ന് വിരൽ കൊണ്ടൊന്ന് ചുരച്ചതിന് ശേഷം അത് തിരിച്ച് ഇങ്ങനെ ഇട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇതുപോലെ റൗണ്ട് ചെയ്ത് അതൊന്ന് ഉൾട്ടിയാക്കി നമുക്കിങ്ങനെ ഒരു കെട്ട് വീഴുന്ന രീതിയിൽ നമുക്കതിനെ ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. സിമ്പിളാണ്, ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്രേ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ ബഡ്സ് അല്ലെങ്കിൽ സ്ട്രോ വേണോ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കെട്ടിട്ട് അതൊന്ന് മടഞ്ഞ് വരുമ്പോൾ അവസാനം നമ്മൾ ആ സ്ട്രോയിൽ നിന്നോ അല്ലെങ്കിൽ ആ ബഡ്സിൻ്റെ അറ്റത്ത് നിന്നോ റിമൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കെട്ടി വീഴാതെ അഴിഞ്ഞിങ്ങ് പോരും. അതുകൊണ്ടാണ് ഞാൻ ബഡ്സ് ഉള്ളിൽ ഹോളുള്ള രീതിയിൽ എന്തെങ്കിലും എടുക്കണം, എങ്കിലേ നമുക്ക് നമ്മുടെ നീഡിൽസ് വഴി ത്രെഡ് ഉള്ളിലേക്ക് കയറ്റി നമുക്കതിന് കെട്ടിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പക്ഷെ അത് അഴിഞ്ഞു പോരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കത് മനസ്സിലായി, ഈ ടെക്നിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇങ്ങനെ നമുക്കിത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒന്നിടവിട്ട് നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ആ ബഡ്സിൻ്റെ ആ അറ്റം വരെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈറ്റിലാൻ വേണ്ടിക്ക് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് തന്നെ ചുറ്റിയെടുക്കാം. അല്ല ഒരു ഇത്തിരി അയഞ്ഞിട്ടാൻ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ടൈ ചെയ്യുമ്പം വലിക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഇനി മറുവശത്തുള്ള കോട്ടൺ കൂടെ നമുക്കിതുപോലെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ നമ്മുടെ ത്രെഡ് നമ്മൾ ടൈ ചെയ്ത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഒരു ത്രെഡിൻ്റെ അറ്റം നമുക്കിതുപോലെ ഒരു സൂചിയിൽ കോർത്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സൂചി തന്നെയാണ് എടുത്തിട്ടുള്ളത്, കാരണം ഇത് വൂളൻ ത്രെഡ് ആയത് കാരണം വലിപ്പമുണ്ട്. അപ്പോൾ ഹോള് വലുതായിട്ടുള്ള സൂചി തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തി അവിടുന്ന് ഉള്ളിലേക്ക് നമുക്കിതുപോലെ ആ നീഡിൽ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് മറുവശത്തൂടെ ആ സൂചി വലിച്ചെടുക്കുക. അപ്പോൾ ത്രെഡ് ഉള്ളിലൂടെ വരും. ഇനി നമുക്ക് പതിയെ നമ്മൾ മെടഞ്ഞു വെച്ച ആ ഭാഗം ബഡ്സിൻ്റെ ആ കോലിൽ നിന്നും പതിയെ റിമൂവ് ചെയ്ത് നമ്മുടെ ത്രെഡ് അതിന് മിഡിലിൽ വരുന്ന രീതിയിൽ നമുക്ക് വിടിയിച്ചെടുക്കാം. ഈ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് എളുപ്പത്തിൽ വിടിയിച്ചെടുക്കാൻ പറ്റും.
ബഡ്സിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ത്രെഡ് വലിച്ച് നോക്കുക. അപ്പോൾ വലിയുമ്പോൾ നമ്മുടെ ഈ മടഞ്ഞ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്ന ത്രെഡ് അല്ലാതെ അതിൻ്റെ മറ്റേ അറ്റത്തുനിന്ന് നമുക്ക് അരുവിൽ നിന്ന് തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കത് ഇത് വലിക്കുമ്പോൾ മനസ്സിലാകും. വലിച്ച് നോക്കിയിട്ട് വലിയുന്ന ഭാഗമല്ല, അതിൻ്റെ മറ്റേ ഭാഗത്തെ ഏറ്റവും അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ നിങ്ങളത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വലിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി എക്സ്ട്രാ വന്ന ത്രെഡ് കട്ട് ചെയ്ത് ഈ 2 ത്രെഡും തമ്മിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. കാരണം ആ ഭാഗത്ത് നിന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി 2 കെട്ടിട്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ സെക്യൂർഡായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ മെടഞ്ഞ് വെച്ച ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ഭംഗിയിൽ ഒരേ ഷേപ്പിൽ അത് മെടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വൂളൻ ത്രെഡ് ആയത് കാരണമാണ് നിങ്ങൾക്ക് അത്രയും ഒരു ഫിനിഷിങ് തോന്നാത്തത്. ചരടാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കൈക്ക് കെട്ടാൻ ഇതുപോലെ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കി കെട്ടാവുന്നതാണ്. ഇനി കൈക്കല്ല, ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒരു കാലിന് ചരട് കെട്ടുക, കറുപ്പ് കളറിലെ ചരട് കെട്ടുക എന്നുള്ളത്. അതും പല ഡിസൈനിൽ ഇപ്പോൾ വരുന്നുണ്ട്. മുത്ത് വെച്ചിട്ടും മടഞ്ഞിട്ടും ഒക്കെ നല്ല രീതിയിൽ ഭംഗിയിൽ പല ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കാലിൽ കെട്ടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല മനോഹരമായി തന്നെ നമുക്ക് ചരടോ നൂലോ ഒക്കെ മെടയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ കണ്ടൻറ്റ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ എനിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരിക. പിന്നെ ഇതുപോലെ മെടഞ്ഞ് നമുക്ക് ഫ്ലവേഴ്സും ഉണ്ടാക്കാം. ഇതുപോലെ മെടഞ്ഞ് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കേണ്ടത് എന്നത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എങ്ങനെയാണ് നമ്മൾ ചരട് മെടയുന്നത് എന്നാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഗ്രൂപ്പ്സ്.